അപ്പോൾ ഗൈസ് ആമിക്ക് ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവളുടെ പഴയ ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരുടെ വോയിസ് മെസ്സേജും എല്ലാം ഞാൻ വെല്ലം പറയുകയാണ്. കാരണം അവൾ ഇപ്പോൾ ബെഡ്റൂമിലാണ്. അപ്പോൾ അവൾ വന്നിട്ട് കേൾക്കണ മുമ്പ് എനിക്ക് ഇൻട്രോ കംപ്ലീറ്റ് ആക്കണം. അപ്പം ഞാൻ ഇന്നലെ മുതൽ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി 1 മണി വരെയൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. കാരണം ഞാൻ വോയിസ് അയക്കാൻ പറഞ്ഞവർ ഇന്ന് ചിലവരൊക്കെ ഇന്ന് 6 മണിക്കാണ് വോയിസ് അയച്ചത് ഞാൻ പറഞ്ഞിട്ട്. അങ്ങനെ പറ്റണ പോലെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അവളുടെ റിയാക്ഷൻ വരുമോ എന്നറിയില്ല. ഞാനിങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുമ്പോൾ കരയെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവളുടെ റിയാക്ഷൻ കാണാം. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ TV-യിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് വെക്കാമെന്നാണ് എൻ്റെ പ്ലാന്. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ. പക്ഷെ അവൾക്ക് എഡിറ്റ് ചെയ്യുന്നു മനസ്സിലായി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൾക്ക് മനസ്സിലാവേണ്ടിയിരുന്നത്. പക്ഷെ അവൾക്ക് എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. കുഴപ്പമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവളുടെ കുറച്ച് ഫോട്ടോസ് വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണിച്ചിട്ട് കുറച്ച് കാണിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ട് ചെയ്തു. അതുകൊണ്ട് അവൾ വോയിസ് റെക്കോർഡ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാലും അവളിങ്ങനെ ചോദിച്ചു, എന്താ എനിക്ക് മനസ്സിലായി നീ എഡിറ്റ് ചെയ്യാണ്, പറ പറഞ്ഞിട്ട്. അപ്പം ഞാനൊന്നുമില്ല പറഞ്ഞു. പിന്നെ അവളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് കാണിച്ചു കൊടുത്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവൾ വോയിസ് റെക്കോർഡുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. സോ ഞാൻ ഉറങ്ങി അണിച്ചിട്ട് വന്നിരിക്കുകയല്ല, കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവളുടെ റിയാക്ഷൻ കാണാം. ആൻഡ് ഐ ആം സോ എക്സൈറ്റഡ് ടു ക്യാപ്ചർ ഹെർ റിയാക്ഷൻ. സോ നമുക്ക് എന്തായാലും അവൾ വരുന്ന മുമ്പ് ഇൻട്രോ കഥം ചെയ്തിട്ട് എന്താ പറയുക, ഓക്കെ വന്നിട്ട് എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നാളെ എന്തെങ്കിലും ചെറുതായിട്ട് ഇന്ന് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാട്ടാ. നല്ല ഇഷ്ടം പോലെ. പിന്നെ വേറെ ഒന്നുമില്ല. ഓക്കെ, എൻജോയ് യുവർ ഡേ, എൻജോയ് യുവർ ബർത്ത്ഡേ. ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയ സെക്കൻഡ് ഗിഫ്റ്റാണ് ഞങ്ങളുടെ സ്വന്തം ആമിക്കുട്ടി. ആമിക്കുട്ടിയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ആമി ഭയങ്കര ലവിങ് ആണ്.
അവിടെ എല്ലാവരോടും ഭയങ്കര ലവിങ്ങാണ്. ഓക്കെ, നമ്മുടെ അടുത്തേക്ക് വരണമെന്നും അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകലൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആൻഡ് അവൾ ഭയങ്കര ലവിങ് മാത്രമല്ല, അവൾ മറ്റുള്ളവരെ ഭയങ്കര കെയറിങ് കൂടെയാണ്. അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും സ്റ്റഡീസിലാണെങ്കിലും അവള് ഫസ്റ്റ് തന്നെയാണ്. അവൾക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നുമില്ല. അതായത് ഒരാളോട് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ സംസാരിക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു പാട്ട് വെച്ചിട്ട് ഒന്ന് ഡാൻസ് ചോദിച്ചാൽ wherever she is, whatever the situation may be, she will dance. അങ്ങനത്തെ ഒരു ഗുഡ് ഗേളാണ് ആമി. ആൻഡ് ഞങ്ങൾക്ക് കിട്ടിയ one of our blessings ആണ് ആമിക്കുട്ടി. ഓക്കെ, സോ ഞങ്ങളുടെ സ്വന്തം ആമിക്കുട്ടിക്ക് മേമറയും അലച്ചറിയും അപ്പോൻ്റെയും കുഞ്ഞാറ്റയുടെയും ഭാഗമുള്ള ഹാപ്പി ബർത്ത്ഡേ ഡിയർ, മിസ് യു. സ്പെഷ്യൽ വിഷസ് ഓൺ ദ സ്പെഷ്യൽ ഒക്കേഷൻ. എന്താണ് നല്ലൊരു അടിപൊളി ബർത്ത്ഡേ ആണ് കേട്ടോ മിസ് ചെയ്യാൻ. ചികിത്സ തേടിയത് 12 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ 46 പേർക്ക് രോഗം സംശയിക്കുന്നു. കൊല്ലത്ത് 7 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മഴക്കാല സൂക്ഷിച്ചിരുന്ന ഇതുവരെ സാക്ഷ്യമായില്ല. പ്രവർത്തനങ്ങളിലും കൃഷിസ്ഥലങ്ങളിലും കൊതുകുകൾ പെരുകി. ഏത് തരത്തിലുള്ള ജലദോഷമോ പനിയോ ശ്വാസതടസ്സമോ വളരെയേറെ ശ്രദ്ധയോടെ അതിന്റെ ആരോഗ്യം അതിന്റെ സ്വിച്ച് നമ്മൾ അവിടെ വെക്കും. Happy birthday, Amulu. Stay blessed, stay happy. Thank you so much. ഇത്രയും എഡിറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. എസ്പെഷ്യലി അവനിയാണ്. അവനി രാത്രി 9 o'clock to 12 o'clock വരെ അവനിയാണ് എഡിറ്റ് ചെയ്ത് തന്നത്. അതുമാതിരി ഇത്രയും വോയിസ് അയച്ചിരുന്ന നിയമ എല്ലാവർക്കും എൻ്റെ വക ബിഗ് 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 താങ്ക്സ്. എന്നെ കരയിപ്പിച്ചു, പക്ഷെ ഞാൻ തളർന്നില്ലേ. പക്ഷെ എന്താ പറയുക, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അവർക്ക് നല്ല താങ്ക് യു സോ മച്ച്. ഇത്രയും എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് എൻ്റെ ഫോട്ടോ ഒക്കെ ഞാനേ കൂടെ പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഫോട്ടോസൊക്കെ പണ്ടാണ്, എനിക്കിത് ഓർമ്മയേ ഇല്ല. പക്ഷെ അവന് എനിക്കിത് എഡിറ്റ് ചെയ്ത് തന്നു. സോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എനിക്ക് അത്രയും പറയാനുള്ളൂ. താങ്ക് യു താങ്ക് യു ഗൈസ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവളെ കരഞ്ഞു. പക്ഷെ എനിക്ക് വീഡിയോയിൽ അത് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാക്കിൽ നിന്നാണ് വീഡിയോ എടുക്കണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിലത്തെ റിയാക്ഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ അവൾ കരഞ്ഞു. ആൻഡ് അവൾക്ക് പറയാനുള്ളതും ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവൻ്റെ സർപ്രൈസ് എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ എഡിറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാം കമൻസിലൂടെ അറിയിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.